ഓണവിപണി പിടിച്ചെടുത്തിരിക്കുകയാണ് സപ്ലൈകോ. ഓണക്കാലത്ത് സന്തോഷിക്കുന്ന ഒരു സർക്കാർ വകുപ്പ് കൂടിയായിരിക്കും സപ്ലൈകോ എന്ന് നിശേഷം തന്നെ പറയാൻ കഴിയും. സാധാരണഗതിയിൽ ബെവ്കോയാണ് ഓണക്കാലത്ത് താരമായി മാറുന്നതെങ്കിൽ ഇത്തവണ ഹിറ്റടിച്ചിരിക്കുകയാണ് സപ്ലൈകോ. ഉത്രാടനാളിൽ മാത്രം 27.31 കോടി രൂപയുടെ വിറ്റുവരവാണ് സപ്ലൈകോയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിപണിയിൽ കൃത്യമായ ഇടപെടൽ സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അവകാശവാദം. 15.94 കോടിയായിരുന്നു കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഉത്രാട ദിനത്തിൽ സപ്ലൈകോയ്ക്ക് കിട്ടിയത്. എന്നാൽ 20.79 കോടിയുടെ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ കൂടുതൽ ഈ വർഷം വിറ്റഴിഞ്ഞത് ആശ്വാസകരമായി മാറി എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത. 7.33 കോടി രൂപയുടെ സാധനങ്ങൾ കഴിഞ്ഞ ഉത്രാടത്തിന് സപ്ലൈകോയിലൂടെ വിറ്റഴിഞ്ഞപ്പോൾ 6.56 കോടിയുടെ സബ്സിഡി സാധനങ്ങളാണ് ഈ ഉത്രാടത്തിന് വിറ്റത് എന്നുള്ളതുകൂടി പ്രധാനപ്പെട്ട വിവരമായി പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓണം വിൽപ്പന നടന്ന 35 ദിവസം 385.42 കോടിയായിരുന്നു കളക്ഷൻ കിട്ടിയിരുന്നതെങ്കിൽ ഇത്തവണ ഓണം വിൽപ്പന നടന്ന 24 ദിവസം 350.21 കോടിയായിരുന്നു വിറ്റുവരവ് എന്നതുകൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് അപേക്ഷിച്ച് ഈ വർഷം ഓണം വിൽപ്പന നടന്ന എല്ലാ ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കുറവുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സപ്ലൈകോയ്ക്ക് കൃത്യമായി ധനവകുപ്പ് പണം കൊടുത്തിരുന്നില്ല. എന്നാൽ ഈ സർക്കാരിൻ്റെ കാലത്ത് മറ്റ് നൂലാമാലകളൊന്നും തന്നെ ഇല്ലാതെ സപ്ലൈകോയെ പിടിച്ചു നിർത്താൻ, വിപണിയിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിഞ്ഞത് അത് വലിയ ആശ്വാസകരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. വലിയ വിൽപ്പന തന്നെ ഉത്രാടം നാളിൽ ഉണ്ടായി എന്നത് സഹായകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഓണക്കാലം തൂക്കിയിരിക്കുകയാണ് സപ്ലൈകോ എന്ന് നമുക്ക് നിശേഷം പറയാം. പി വി രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.